നിലമ്പൂർ മണ്ഡലത്തിൻ്റെ സ്വഭാവം വെച്ച് പരമ്പരാഗതമായി ഒരു UDF മണ്ഡലമാണ്. ഓക്കെ, നമുക്കറിയാം ഈ UDF പക്ഷത്ത് നിന്ന് ഒരാളെ അടർത്തിയെടുത്താണ് പലപ്പോഴും UDFനെ അവിടെ ഇടതുപക്ഷം തോൽപ്പിച്ചിട്ടുള്ളത്. മുൻപും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഏറെക്കാലത്തിന് ശേഷം 2 തിരഞ്ഞെടുപ്പുകളിലും അത് സംഭവിച്ചു. അപ്പോൾ ആ ഒരു സ്വഭാവമുള്ള മണ്ഡലത്തിൽ അൻവർ ഒറ്റയ്ക്ക് നിന്നാൽ എത്ര വോട്ട് കിട്ടും എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. അൻവർ ഒറ്റയ്ക്ക് ഒരു ആര് ജയിക്കണം ആര് തോൽക്കണം എന്ന് നിർണ്ണയിക്കാൻ പോകുന്ന സ്ഥിതിയിലേക്ക് ആയിട്ടുണ്ടോ ഇപ്പോഴും? ഇല്ല, അവിടെ അത്തരത്തിലായില്ലെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോൾ ജയിച്ചു നിൽക്കുന്ന കോൺഗ്രസ്സിന് ഒരു മൂക അവസ്ഥ ഉണ്ടാക്കാൻ കഴിയും. ആ സ്പീഡ് ഒന്ന് കുറയ്ക്കാൻ കഴിയും. ഇപ്പോൾ ജൈത്രയാത്രയാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 ഉപതെരഞ്ഞെടുപ്പുകളിൽ 3ലും ഹാട്രിക് വിജയം നേടിയാണ് വന്നത്. ചേലക്കര മാത്രമേ ഒരു ചെറിയ അപകടം പറ്റിയുള്ളൂ, അല്ലേ? അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന UDFനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ഇതിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചാൽ അടുത്തു വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾക്ക് അതൊരു ബൂസ്റ്റാവും. അത് കഴിഞ്ഞ് 26-ൽ വലിയ ഒരു മുന്നേറ്റത്തിനുള്ള കളമൊരുക്കാനും സാധിക്കും. അപ്പോൾ അവിടെ അൻവർ ഇടഞ്ഞു നിന്നാൽ ഒരു സ്ഥാനാർത്ഥിയായി വരികയും 10,000 12,000 വോട്ട് പിടിച്ചാലും മതി. ചിലപ്പോൾ അവിടുത്തെ സാധ്യതകൾ തകരാം. 10,000 12,000 ആയിരിക്കില്ല എന്നാണ് കണക്കുകൂട്ടൽ. കാരണം ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് എതിർപ്പുകൾ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിനുണ്ട്. മുഴുവൻ പേർക്കില്ല, പക്ഷേ ഒരു വിഭാഗത്തിന് ഒരു വലിയ എതിർപ്പുണ്ട്. അത് തൻ്റെ പിതാവിൽ നിന്ന് തുടങ്ങിയതാണ്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ചില സിനിമയും അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ ഉള്ളിൽ നിൽക്കാത്ത ചില പ്രവർത്തനങ്ങളും നിരീശ്വരവാദം പോലുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകളും ഒക്കെ കൊണ്ട് അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നവും കൂടെ മുതലെടുത്ത് അൻവർ നിൽക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രശ്നം.